ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് വൈകി ഓടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. മയ്യനാട് സ്റ്റേഷനിൽ 8:25 വന്നുകൊണ്ടിരുന്ന ട്രെയിൻ കഴിഞ്ഞ കുറച്ചു കാലമായി വൈകിയാണ് ഓടുന്നത്. അരമണിക്കൂറും മുക്കാൽ മണിക്കൂറുമൊക്കെ വൈകിയാണ് ഇന്റർസിറ്റി എക്സ്പ്രസ് ഇപ്പോൾ മയ്യനാട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലേക്ക് പോകേണ്ട അധ്യാപകരും സെക്രട്ടേറിയറ്റിലും മറ്റും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് ട്രെയിൻ വൈകി എത്തുന്നത് കാരണം ഏറെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്കൂളിൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു സ്റ്റോപ്പ്, അതായത് മയ്യനാട് നിർത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ ഈ ഇന്റർസിറ്റി മാത്രമേ ഉള്ളൂ. പാസഞ്ചർ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പ്രായോഗിക ബുദ്ധിമുട്ടാണ്. നമുക്ക് കൂടുതൽ സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകൾ ഇവിടെ അനുവദിക്കണം. ഈ ഇന്റർസിറ്റി എക്സ്പ്രസ് മിക്ക ദിവസവും ലേറ്റാണ്. സമയത്തിന് ജോലിക്ക് എത്താൻ പറ്റുന്നില്ല. പലരും ബുദ്ധിമുട്ടുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ പലരും ഉണ്ട്. ടീച്ചേഴ്സൊക്കെ ഉണ്ട്, കോളേജിൽ പോകാനുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ. ഇതിന് വന്നുകൊണ്ടിരുന്ന ട്രെയിനാണ് ഇപ്പം വരുന്നത്. 9 മണി കഴിഞ്ഞാണ്. നമ്മുടെ സമയത്തിന് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുന്നില്ല. ആകെപ്പാട് വലയാണ്. നമുക്ക് എങ്ങനെയും മഞ്ചിനാടിനെങ്കിലും ഇവിടെ നമുക്ക് അനുമതി കിട്ടിയേ. ട്രെയിൻ വൈകി ഓടിയെത്തുന്നത് കാരണം ഓഫീസുകളിൽ എത്തുമ്പോഴേക്കും പഞ്ചിങ് സമയം കഴിഞ്ഞിരിക്കും. ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും ഇന്റർസിറ്റി എക്സ്പ്രസ് സർവീസ് കൃത്യസമയം പാലിക്കാൻ റെയിൽവേ തയ്യാറാകണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. 8:15 കറക്റ്റായിട്ട് കൊലത്തുനിന്നെടുത്ത് ഇവിടെ 8:20 ആകുമ്പോൾ 8:25 ആകുമ്പോൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 2 ആഴ്ച കൊണ്ട് ഇപ്പം 10-15 മിനിറ്റോളം ലേറ്റാണ്. 10-15 അല്ല, അരമണിക്കൂറോളം. 8:15 പഞ്ചിങ് ടൈം. 10:25 10:30 ആവുന്നുണ്ട് ഓഫീസിൽ. ഞാനിവിടെ വഴുതക്കാട് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യാണ്. അപ്പം സ്ഥിരം ഇത് ഈ ഇന്റർസിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനുശേഷം പോകാനുള്ള ട്രെയിൻ വരെ കയറ്റി വിട്ടിട്ടാണ് റെയിൽവേയുടെ അനാസ്ഥ. ഇതിനെതിരെ നമുക്ക് ശക്തമായ പ്രതിഷേധം കൂട്ടായ്മ തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച പോലെ പ്ലാറ്റ്ഫോമിൻ്റെ നീളക്കുറവ് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. മിക്ക വണ്ടികളും എഞ്ചിനും 2 ബോഗിയും കൂടെ വിട്ടതിന് ശേഷം ഫ്രണ്ടിലോട്ടാണ് കൊണ്ട് നിർത്തുന്നത്. അപ്പം ഞാൻ 4-5 ദിവസം ഇവിടുന്ന് കയറിയ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്റർസിറ്റിയുടെ സമയം ഒരുപാട് വൈകിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഞ്ചിങ് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.